പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെടുന്നതിന് മുമ്പ് ഡൊണാൾഡ് ട്രംപിനെ വധിക്കാൻ ഗൂഢാലോചന നടത്തിയെന്നാരോപിച്ച് അഫ്ഗാൻ പൗരനെതിരെ യുഎസ് സർക്കാർ കുറ്റം ചുമത്തി. ട്രംപിനെ കൊലപ്പെടുത്താൻ പദ്ധതി തയ്യാറാക്കിയതിന് 51കാരനായ ഫർഹാദ് ഷക്കേരിക്കെതിരെയാണ് കുറ്റം ചുമത്തിയത്. ഷക്കേരിയെ അറസ്റ്റ് ചെയ്തിട്ടില്ല എന്നും ഇറാനിലാണ് ഇയാളെന്നുമാണ് സൂചനയെന്നും യുഎസ് സർക്കാർ അറിയിച്ചു. മാൻഹട്ടൻ കോടതിയിൽ സമർപ്പിച്ച പരാതിയിൽ ഇറാനിലെ റവല്യൂഷണറി ഗാർഡിലെ ഒരു ഉദ്യോഗസ്ഥൻ ട്രംപിനെ കൊല്ലാനുള്ള പദ്ധതി ആസൂത്രണം ചെയ്യാൻ സെപ്റ്റംബറിൽ ഷക്കാരിയോട് നിർദ്ദേശിച്ചതായി പ്രോസിക്യൂട്ടർമാർ ആരോപിച്ചു. 7 ദിവസത്തിനുള്ളിൽ ട്രംപിനെ കൊല്ലാനുള്ള പദ്ധതി തയ്യാറാക്കാൻ ഷക്കാരിയോട് ഇറാനിലെ ഉദ്യോഗസ്ഥൻ ആവശ്യപ്പെട്ടതായിട്ടാണ് കുറ്റപത്രത്തിൽ പറയുന്നത്. എന്നാൽ 7 ദിവസത്തെ നിയമപരിധിക്കുള്ളിൽ ട്രംപിനെ കൊല്ലാനുള്ള ഒരു പദ്ധതി താൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് ഷക്കേരി നിയമപാലകരോട് പറഞ്ഞു. അതിനാൽ ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ് ഉദ്യോഗസ്ഥർ പദ്ധതി താൽക്കാലികമായിട്ട് നിർത്തി. തെരഞ്ഞെടുപ്പിന് ശേഷം ട്രംപിനെ വധിക്കാൻ ശ്രമിക്കുന്നത് എളുപ്പമാകുമെന്ന് ഇറാൻ സർക്കാർ ഷക്കാരിയോട് പറഞ്ഞിരുന്നു. കാരണം അദ്ദേഹം തോൽക്കുമെന്ന് അവർ വിശ്വസിച്ചിരുന്നതായും പ്രോസിക്യൂട്ടർമാർ പറയുന്നുണ്ട്. കൂട്ടിരിക്കുമ്പോൾ യുഎസിലെത്തിയ അഫ്ഗാൻ പൗരനാണെന്നാണ് പ്രോസിക്യൂട്ടർമാർ ഷക്കേരിയെ വിശേഷിപ്പിച്ചത്. കവർച്ച കേസിൽ 14 വർഷം ജയിലിൽ കിടന്നതിന് ശേഷം 2008 നാട് കടത്തപ്പെട്ടു. ഇറാന്റെ കടുത്ത വിമർശകനായ ഒരു അമേരിക്കൻ പത്രപ്രവർത്തകനെ കൊല്ലാൻ റിക്രൂട്ട് ചെയ്തതായി ആരോപിക്കപ്പെടുന്ന മറ്റ് 2 പേർക്കെതിരെയും നീതിന്യായ വകുപ്പ് കുറ്റം ചുമത്തിയിട്ടുണ്ട്. ഇവരെ വിചാരണയ്ക്കായി കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു. ഇറാനിയൻ ഭരണകൂടത്തിന്റെ മനുഷ്യാവകാശ ലംഘനങ്ങളെയും അഴിമതിയെയും കുറിച്ച് റിപ്പോർട്ട് ചെയ്ത അമേരിക്കൻ പത്രപ്രവർത്തകനെ കൊലപ്പെടുത്താൻ റിവേര ലോർഹോട്ട് എന്നിവർക്ക് $1,00,000 ഷക്കേരി വാഗ്ദാനം ചെയ്തിരുന്നത്. പേര് വെളിപ്പെടുത്താത്ത മാധ്യമപ്രവർത്തകനെ മുൻപും ഇറാൻ ലക്ഷ്യമിട്ടിരുന്നതായിട്ട് പ്രോസിക്യൂട്ടർമാർ ആരോപിക്കുന്നുണ്ട്. സെപ്റ്റംബറിൽ ഇറാൻ റവല്യൂഷണറി ഗാർഡിന്റെ നിർദ്ദേശപ്രകാരം ട്രംപിനെ നിരീക്ഷിച്ച് വധിക്കാൻ ഷക്കേരി പദ്ധതി ആസൂത്രണം ചെയ്തു എന്നാണ് അമേരിക്കയുടെ ആരോപണം. കാർലിസ് റിവേരെ, ജൊനാഥൻ ലോഡ് ഹോട്ട് എന്നിവർ ഗൂഢാലോചന നടത്തിയെന്നാണ് കണ്ടെത്തൽ. ഇരുവരെയും യുഎസ് പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു. ഷക്കേരി പണം വാഗ്ദാനം ചെയ്താണ് 2 പേരെയും റിക്രൂട്ട് ചെയ്തത് എന്നാണ് കണ്ടെത്തൽ. ഇവരെ കൂടാതെ അമേരിക്കൻ ജയിലുകളിൽ നിന്ന് മറ്റു ചിലരെയും ഇറാൻ പണം കൊടുത്ത് റിക്രൂട്ട് ചെയ്തതായും സംശയിക്കുന്നുണ്ട്. ഈ വർഷം മറ്റ് 2 വധശ്രമങ്ങളാണ് ട്രംപ് നേരിട്ടത്. ജൂലൈയിൽ പെൻസിൽവാനിയ റാലിക്കിടെ ട്രംപിന് നേരെ വെടിവെപ്പുണ്ടായി. പ്രസിഡന്റിന്റെ ചെവിക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. സെപ്റ്റംബർ വെസ്റ്റാം ബീച്ചിൽ ഗോൾഫ് കളിക്കുന്നതിനിടെയായിരുന്നു ട്രംപിന് നേരെ വധശ്രമം ഉണ്ടായത്. അതേസമയം ഒരിക്കൽ ട്രംപിനെ വധിക്കാൻ ഇറാൻ ഗൂഢാലോചന നടത്തിയെന്ന് യുഎസ് രഹസ്യാന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. ഗൂഢാലോചനയിലെ ഇറാനിയൻ പങ്കു ചൂണ്ടിക്കാട്ടി രഹസ്യാന്വേഷണ സംഘം യുഎസിന് റിപ്പോർട്ടും അന്ന് കൈമാറിയിരുന്നു. അമേരിക്കൻ മാധ്യമമായ CNN ആണ് ഇക്കാര്യം പുറത്തുവിട്ടിരുന്നത്. റിപ്പോർട്ട് പ്രകാരം ട്രംപിന് നേരെ വെടിയുതിർത്ത 20കാരന് ഇറാനുമായി ബന്ധമില്ല എന്നും അന്ന് നിഗമനമുണ്ടായിരുന്നു. എന്നാൽ ട്രംപിനെ വധിക്കാൻ ഇറാനിൽ ഗൂഢാലോചന നടത്തിയതായിട്ട് പേര് വെളിപ്പെടുത്താൻ താല്പര്യപ്പെടാത്ത സ്രോതസ്സുകളെ ഉദ്ധരിച്ച് CNN റിപ്പോർട്ട് ചെയ്തിരുന്നു. രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ടിനെ തുടർന്ന് ട്രംപിന്റെ സുരക്ഷ അന്ന് വർദ്ധിപ്പിക്കുകയും ചെയ്തിരുന്നു. ട്രംപിന് നേരെ ആക്രമണം ഉണ്ടാകുമെന്ന് യുഎസ് രഹസ്യാന്വേഷണ വിഭാഗം നേരത്തെ അറിഞ്ഞിരുന്നതായും ദേശീയ സുരക്ഷാ ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് CNN റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. കഴിഞ്ഞ ദിവസം ശനിയാഴ്ച ട്രംപിന് നേരെ വെടിയുതിർക്കുന്നതിന് ഏകദേശം 30 മിനിറ്റ് മുമ്പ് തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ അക്രമിയെ കണ്ടെത്തിയിരുന്നതായിട്ടും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. അമേരിക്കയിലെ ABCയിലെ അഫിലിയേറ്റിലാണ് വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നത്. ഇതിന് പിന്നാലെയാണ് CNN റിപ്പോർട്ടും പുറത്തുവരുന്നത്. ട്രംപിന് നേരെയുണ്ടായ ആക്രമണം FBI ആണ് അന്വേഷിക്കുന്നത്. പെൻസിൽവാനിയയിൽ നടന്ന റിപ്പബ്ലിക് പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേദിയിൽ വെച്ചായിരുന്നു ട്രംപിന് വെടിയേറ്റിരുന്നത്. വലത് ചെവിയിൽ വെടിയേറ്റതിന് പിന്നാലെ ട്രംപിനെ വേദിയിൽ നിന്നും മാറ്റുകയായിരുന്നു. അക്രമിയടക്കം 2 പേർ കൊല്ലപ്പെടുകയും മറ്റു 2 പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ട്രംപിന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥരാണ് അക്രമിയെ വെടിവെച്ചത് എന്നാണ് പറയുന്നത്.